ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ വളരെ ഹാർദമായി വെൽക്കം ചെയ്യുന്ന രാജ്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യം ജോർജിയ ആണ്. ഏതാണ്ട് 17 നൂറ്റാണ്ടുകളുടെ ക്രിസ്ത്യൻ പാരമ്പര്യമുള്ള ജോർജിയ നിരവധി രാജ്യങ്ങളിലെ പൗരന്മാരെ വിസയില്ലാതെ പ്രവേശിക്കാൻ അനുവദിക്കുന്നുണ്ട്. 1 വർഷം വരെ അവർക്കവിടെ വിസയില്ലാതെ തുടരാൻ കഴിയും. ആ രാജ്യത്ത് നിന്നുകൊണ്ട് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ അപ്രൂവൽ റേറ്റ് ഏതാണ്ട് 95%. ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്ന ഈ രാജ്യത്തിൻ്റെ കോസ്റ്റ് ഓഫ് ലിവിങ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെ കുറവാണെന്ന് കാണാം. തൊഴിലവസരങ്ങൾ ധാരാളമുള്ള ഈ രാജ്യത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സംരംഭകരെയും കാണാൻ കഴിയും. നമ്മുടെ പട്ടികയിൽ അടുത്തതായി വരുന്നത് ഇക്വഡോർ ആണ്. ആൻഡീസ് പർവ്വതനിരകളോട് ചേർന്ന് കിടക്കുന്ന ഈ രാജ്യത്തിൽ 85% ആളുകൾ ക്രിസ്തു മതവിശ്വാസികളാണ്. ഏതാണ്ട് 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സ്പാനിഷ് അധിനിവേശത്തിൻ്റെ ഫലമായാണ് ഈ രാജ്യത്തിൽ ഇത്രയധികം ക്രിസ്തുമതം വ്യാപിക്കാൻ ഇടയായത്. 90 ദിവസം വരെ വിസയില്ലാതെ ഇവിടെ കഴിയാൻ ഇക്വഡോർ നിങ്ങളെ അനുവദിക്കുന്നു. നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്ത രാജ്യം അർമേനിയയാണ്. ലോകചരിത്രത്തിൽ ക്രിസ്തുമതത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച ആദ്യ രാജ്യം അർമേനിയയാണ്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ഒരു രാജ്യം എന്നാണ് അർമേനിയയെ പലരും വിശേഷിപ്പിക്കുന്നത്. 6 മാസം വരെ വിസയില്ലാതെ ഇവിടെ കഴിയാൻ അർമേനിയ നിങ്ങളെ അനുവദിക്കുന്നു. അർമേനിയൻ അപ്പസ്തോലിക് ചർച്ചിന് ഏതാണ്ട് 17 നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും അവകാശപ്പെടാനുണ്ട്. കോസ്റ്റ് ഓഫ് ലിവിങ് താരതമ്യേന കുറഞ്ഞ ഈ രാജ്യം പല വിദേശികളും തങ്ങളുടെ റിട്ടയർമെൻ്റ് ലൈഫിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നുണ്ട്. അടുത്ത രാജ്യം ഫിലിപ്പൈൻസ് ആണ്. 700 ദ്വീപുകളുടെ ഒരു സമൂഹമാണ് ഫിലിപ്പൈൻസ്. 110 മില്യൺ ജനങ്ങൾ അധിവസിക്കുന്ന ഈ രാജ്യത്തിലെ മജോറിറ്റി ആളുകളും ക്രിസ്ത്യൻ മതവിശ്വാസികളാണ്. ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഭൂരിപക്ഷമുള്ള ഒരേയൊരു ഏഷ്യൻ രാജ്യം ഫിലിപ്പൈൻസ് ആണ്. വിസയില്ലാതെ 30 ദിവസം ഫിലിപ്പൈൻസിൽ താമസിക്കാൻ ആ രാജ്യം നമ്മെ അനുവദിക്കുന്നു. ക്രിസ്മസ് ആഘോഷം 4 മാസത്തോളം നീളുന്ന ഈ രാജ്യത്തിൽ ഭൂരിപക്ഷം ആളുകളും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. വിസ കാലാവധി കഴിഞ്ഞാലും അത് 3 വർഷത്തോളം എക്സ്റ്റെൻഡ് ചെയ്യാൻ വിദേശ പൗരന്മാരെ ഫിലിപ്പൈൻസ് അനുവദിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളോളം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിൽ ആയിരുന്ന രാജ്യമാണ് പോളണ്ട്. എന്നാൽ ഇന്ന് ബഹുഭൂരിപക്ഷം പോളണ്ടുകാരും തങ്ങളുടെ മതവിശ്വാസത്തിലേക്ക് തിരികെ പോയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 90 ദിവസത്തോളം വിസയില്ലാതെ വിദേശികൾക്ക് താമസിക്കാനുള്ള അനുവാദം പോളണ്ട് നൽകുന്നുണ്ട്. ഷെങ്കൺ വിസയിൽ പോളണ്ടിൽ പ്രവേശിക്കുന്ന നിങ്ങൾക്ക് 26 യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രവേശിക്കാനുള്ള അവസരവും ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വളരെ വേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചയാണ് പോളണ്ട് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. പോപ്പ് ജോൺ പോൾ II ജന്മദേശവും പോളണ്ടാണ്. ഒളിയിടങ്ങളിലും ബേസ്മെൻറ്റുകളിലും മാത്രം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു വലിയ ക്രിസ്ത്യൻ സമൂഹം ഇന്ന് മതസ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് നമുക്ക് പോളണ്ടിൽ എമ്പാടും കാണാൻ കഴിയും. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി ഇടം പിടിച്ചിരിക്കുന്നത് കോസ്റ്റോറിക്കയാണ്. ഡ്രഗ് കാർട്ടൽസും അഴിമതിയും അശാന്തി വിതയ്ക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കിടയിൽ കോസ്റ്റോറിക്ക വേറിട്ട് നിൽക്കുന്നു. അയൽ രാജ്യങ്ങളുമായി യുദ്ധമില്ലാ കരാറിൽ ഏർപ്പെടുകയും അതിനെ തുടർന്ന് 1948 രാജ്യത്തിൻ്റെ മിലിറ്ററിയെ പിരിച്ചുവിട്ട് അതിനുവേണ്ടി നീക്കിവെച്ചിരുന്ന ബഡ്ജറ്റ് രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും ആരോഗ്യ പ്രവർത്തനങ്ങൾക്കുമായി വിനിയോഗിക്കുന്ന ഒരു രാജ്യമാണ് കോസ്റ്റോറിക്ക. ജനസംഖ്യയിലെ 70% ആളുകൾ റോമൻ കത്തോലിക്കരായ ഈ രാജ്യം നോർത്ത് അമേരിക്ക, കാനഡ മുതലായ രാജ്യത്തിൽ നിന്നുള്ള ധാരാളം ആളുകൾ തങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ചെലവഴിക്കാനുള്ള രാജ്യമായി തിരഞ്ഞെടുക്കുന്നുണ്ട്. താരതമ്യേന കുറഞ്ഞ ജീവിത ചെലവും സമാധാനകാംക്ഷികളായ ജനങ്ങളും മനോഹരമായ ഭൂപ്രകൃതിയും ധാരാളം വിദേശികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. പ്രകൃതി സംരക്ഷണത്തിന് ഈ രാജ്യത്തിലെ സർക്കാരും ജനങ്ങളും വളരെ പ്രാധാന്യം കൊടുക്കുന്നു. 100% റിന്യൂവബിൾ എനർജി ഉപയോഗിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്ന് കോസ്റ്റാറിക്കയാണ്.